Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫാബ്രിക് ആൽബം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെൻസിൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 8.5 റേഡിയസ് സർക്കിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ 10 സെൻറ്റിമീറ്ററിൽ ഒരു ലൈനും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ബേസ് കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്റർ പോർഷൻ കൂടി വേണം. അതിൻ്റെ സൈസ് വരുന്നത് 10 സെൻറ്റിമീറ്റർ ഹൈറ്റും 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും ആണ് കേട്ടോ വരുന്നത്. ഈ ചിപ്പ് ബോർഡ് മാത്രമല്ല കേട്ടോ ഞാൻ ബേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഇതുപോലെ സ്പോഞ്ച് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ലൈറ്റായിട്ടുള്ള സ്പോഞ്ചാണ്, അധികം തിക്നെസ് ഇല്ലാത്തൊരു സ്പോഞ്ചാണ്. അപ്പോൾ ഇത് ഈ ഒരു കാർഡ് ഷീറ്റിലേക്ക് വെച്ചിട്ട്, അതിൻ്റെ കാർഡ് ഷീറ്റ് അല്ല, ഇതൊരു ചിപ്പ് ബോർഡാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേ സൈസിൽ നമ്മൾ ക്ലോത്ത് ഏതാണ്, ഞാൻ വെൽവെറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും, സാറ്റിനോ ഏത് ക്ലോത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കുക. ആദ്യം ഈ ഒരു ബേസ്, പിന്നെ ഈ ഒരു സ്പോഞ്ച്, പിന്നെ ക്ലോത്ത് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ടാക്കി ടേപ്പ് ഏറ്റവും അടിയിലായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോത്ത് നീങ്ങി പോകുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ബേസ് വെക്കുക, എന്നിട്ട് ഈ ഒരു സ്പഞ്ച് വെക്കുക, അതിൻ്റെ മുകളിൽ ക്ലോത്ത് വെക്കുക, എന്നിട്ട് ഏറ്റവും അടിയിലായിട്ടാണ് നമ്മൾ ഈ ഒരു ടാക്കി ടാപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് മെല്ലെ റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് ഈ ക്ലോത്തില്ലേ, നമ്മൾ എക്സ്ട്രാ വരുന്ന ക്ലോത്ത്, നമ്മൾ എക്സ്ട്രാ ഒരു 2 സെൻറ്റിമീറ്ററെങ്കിലും എക്സ്ട്രാ ഇടണം, എന്നാലേ നമുക്ക് ഈ ഒരു ക്ലോത്ത് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതേപോലെ ചെയ്യുക. ഇത് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതേപോലെ നമ്മൾ ടാക്കി ടാപ്പ് എല്ലാം റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പോർഷനിലേക്ക് നമ്മൾ ക്ലോത്ത് നല്ലോണം വലിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. നല്ല എന്താ പറയുക, ബബിൾസ് ഒന്നും വരാതെ നല്ലോണം ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ രണ്ടും നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷൻ കൂടി അതേപോലെ സെയിം ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ആ ഒട്ടിക്കുമ്പോൾ ചുറ്റും ഒട്ടിക്കരുത് കേട്ടോ, മുകളിൽ മാത്രം ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് പറയുന്നതിനെക്കാട്ടിലും മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റത് ചുറ്റും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തില്ലേ, പക്ഷേ ഇതങ്ങനെയല്ല, ഇത് മുകളിലും താഴെയും മാത്രം സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത ഈ ഒരു ബേസ് ഞാൻ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോയിൽ കാണിക്കാൻ എന്നോട് വിട്ടുപോയതാണ്. ചുറ്റും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ആ ഒരു ബേസിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വെച്ചത് നിങ്ങൾ കണ്ടില്ലേ, അതേപോലെ നമ്മൾ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു, പക്ഷേ ഇതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ തിരക്കിട്ട് ചെയ്ത വർക്കായതുകൊണ്ട് എന്നോട് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് ഒന്നുമില്ല, ആദ്യം ചുറ്റും അടിക്കണം. അതായത് ബേസിൻ്റെ ചുറ്റും സ്റ്റിച്ച് ചെയ്യുക, അതേപോലെ ആ ഒരു സെൻറ്റർ പോർഷനില്ല അതിൻ്റെ സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് സെൻറ്റർ പോർഷനിലേക്ക് ഈ ഒരു 2 ബേസും കയറ്റി വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒന്നെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി എന്നോട് ചോദിച്ചാൽ, ഇൻസ്റ്റയിൽ വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നതാണ്, ക്ലിയർ ആക്കി പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പേജസ് ഒക്കെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3 പേജസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ പേജസിന് വേണ്ടിയിട്ടുള്ള ഹോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് തവണ കാണിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ 3 പേജസ് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹോൾഡർ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ഗോൾഡൻ ഷീറ്റാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് 2 ബേസിലും നമ്മൾ ഗോൾഡൻ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേജ് ഹോൾഡറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബേസൊക്കെ നന്നായിട്ട് നമ്മൾ ഗോൾഡൻ ഷീറ്റ് കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പേജസ് ആഡ് ചെയ്യാണ്. ഇനി പേജസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സർക്കിൾ റേഡിയസ് വരുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ ബേസിനത് 8.5 ആയിരുന്നു എടുത്തത്. ഇതിൻ്റെ കോഡ് വരുന്നത്, അതായത് ലൈന് വരുന്നത്, ലാസ്റ്റ് നമ്മൾ അടിയിലൊരു ലൈൻ വരച്ചു കൊടുത്തില്ല, അത് വരുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. മറ്റത് 10 സെൻറ്റിമീറ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും നമുക്ക് ഈ ഒരു പേജസ് ഇതിൻ്റെക്കാൾ ചെറുതായിട്ട് വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ 2 ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പേജിന് വേണ്ടിയിട്ട് 2 ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ബേസല്ല ആ ഒരു പേജ് ഹോൾഡറിൻ്റെ ഫസ്റ്റ് പോർഷനിൽ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു ഒറ്റ പേജാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കണ്ടിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ പേജസും ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ലേഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
നമുക്ക് പേജസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ലേഔട്ടും ഡെക്കറേഷനൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾ എവിടെ നിന്നാണ് ഡൈ കട്ടിങ് മെഷീൻ വാങ്ങിയിട്ടുള്ളതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ മെഷീൻ എന്താണ് എന്ന് പോലും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, അത് ഡൈ കട്ടിങ് മെഷീനാണ്. ഇതുപോലെ കുറച്ച് ഡൈസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ഡൈസ് ഫ്രീ കിട്ടുന്നുണ്ട് ഈ ഒരു മെഷീൻ്റെ കൂടെ. അത് വെച്ചിട്ട് നമുക്ക് നല്ല ഷേപ്പിലുള്ള ഒരുപാട് ഡൈ കട്ടിങ് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കുറച്ച് ഡൈസ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ആൽബത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ലേഔട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ സിമ്പിളായിട്ട് ഈ ഒരു ഡൈ കട്ടിങ് വെച്ചിട്ട് മാത്രമാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് വെച്ചപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി. അപ്പോൾ ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേജസ് ഞാൻ എന്താ പറയുക, ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. കാരണം ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഓരോ വീഡിയോസിലും നിങ്ങൾ ഓരോ പേജസ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കണ്ട് നിങ്ങൾക്ക് അതേപോലൊക്കെ തന്നെയാണ് ഞാനിതും ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിച്ചു പോകുന്നുള്ളൂ. കൂടുതലായിട്ട് പറഞ്ഞ് വിശദീകരിക്കുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് അതേപോലെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ചോദിക്കുക. ഞാനെല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൽബം മേക്കിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇതും സപ്പോർട്ട് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.